എല്ലാവർക്കും നമസ്കാരം. ഡീപ്പസ്റ്റ് സീക്രട്ട് ഓഫ് ഭാരത് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 2, ഹിമാലയത്തിലെ ഗുരുവിൻ്റെ സന്ദർശനം. ഏറെക്കുറെ വിചിത്രമായ രീതിയിൽ എൻ്റെ ഗുരു എന്നോട് ബന്ധപ്പെട്ടതിൻ്റെയും ബന്ധം പുനഃസ്ഥാപിച്ചതിൻ്റെയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ള സമയമായി എന്ന് കരുതുന്നു. അന്ന് എൻ്റെ പ്രായം 9 വയസ്സ് കഴിഞ്ഞിരുന്നു. അംബുജവിലാസം റോഡിലെ സാമാന്യം വിശാലമായ ഭവനത്തിലാണ് ഞാനും അച്ഛനും അമ്മയും ഇളയ സഹോദരിയും അമ്മൂമ്മയും ഉൾപ്പെട്ട കുടുംബം താമസിച്ചിരുന്നത്. സ്ഥലത്തിൻ്റെ പേര് വെഞ്ചിയൂർ എന്നാണ്. പ്രധാനപ്പെട്ട വീഥികളിൽ നിന്നും വളരെ അകലെ അല്ലായിരുന്നുവെങ്കിലും വളരെ ശാന്തമായ സ്ഥലമായിരുന്നു അത്. വീടിൻ്റെ പേര് പള്ളി വീട് എന്നായിരുന്നു. വാടക 40 രൂപയായിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു വലിയ തുക തന്നെയായിരുന്നു. വീടിൻ്റെ മുൻവശത്തെ വാതിലിനും പ്രധാന വീതിയിലേക്ക് തുറക്കുന്ന ഗേറ്റിനുമിടയിൽ സ്ഥലം കുറവായിരുന്നു. പക്ഷേ വീടിൻ്റെ പുറകുവശം വളരെ വിശാലമായിരുന്നു. 1/2 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്നു. അവിടെ നിറയെ തെങ്ങും പ്ലാവും പൂച്ചെടികളും ഉണ്ടായിരുന്നു. അമ്മ മുറ്റത്ത് കോഴികളെ വളർത്തിയിരുന്നു. കുട്ടിക്കാലത്ത് തള്ളക്കോഴി ഇളം ചുവപ്പ് നിറം പൂശിയ മൃദുവായ രോമങ്ങളുള്ള കോഴിക്കുഞ്ഞുങ്ങളുമായി പോകുന്നത് ആഹ്ലാദം നൽകുന്ന കാഴ്ചയായിരുന്നു. പരുന്ത് റാഞ്ചിക്കൊണ്ടു പോകുന്നത് തടയാൻ വേണ്ടിയാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ചായം പുരട്ടിയിരുന്നത്. ഞങ്ങൾ 2 കോലാടിനെയും വളർത്തിയിരുന്നു. എൻ്റെ അച്ഛൻ കെട്ടിട നിർമ്മാണ കരാറുകാരനായിരുന്നു. കൂടാതെ വേസ്റ്റ് പേപ്പർ വ്യാപാരവും നടത്തിയിരുന്നു. പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് ശേഖരിക്കുന്ന വേസ്റ്റ് പേപ്പർ ചാക്കുകളിൽ കെട്ടി സൂക്ഷിക്കും. അതിനു വേണ്ടി വീടിൻ്റെ പുറകുവശത്ത് ഒരു വലിയ ഷെഡ് പണിയിച്ചിരുന്നു. ഞാനും എന്നേക്കാൾ 2.5 വയസ്സ് പ്രായം കുറഞ്ഞ സഹോദരിയും കൂടെ പോകുന്ന ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു അത്. ഇവിടെ ഞാനും സഹോദരിയും ഒളിച്ചു കളിക്കുകയും ചാക്കുകളുടെ പുറത്ത് കയറിയിരുന്ന് രസിക്കുകയും ചെയ്തിരുന്നു. ചിലപ്പോൾ പുതിയ വാക്കുകൾ ഉണ്ടാക്കുകയും അർത്ഥമില്ലാത്ത കവിതകൾ സൃഷ്ടിച്ച് ആഘോഷിക്കുകയും ചെയ്തിരുന്നു. മുറ്റത്തെ ചുറ്റുമതിലിന് പൊക്കം നന്നേ കുറവായിരുന്നു. കഷ്ടിച്ച് 3 അടി ഉയരം വരും. മണ്ണ് കുഴച്ചാണ് ചുമരുണ്ടാക്കിയിരുന്നത്. മുറ്റത്തിൻ്റെ മധ്യത്തിൽ പഴക്കം ചെന്ന പ്ലാവിൻ്റെ ഒരു കൊമ്പ് ചാഞ്ഞു തൂങ്ങിക്കിടന്നിരുന്നു. ഞങ്ങൾ അതിൽ കയറിയിരുന്ന് ആടുമായിരുന്നു. ഞങ്ങളോടൊപ്പം അയൽപ്പക്കത്തെ കുട്ടികളും കൂടും. ചുറ്റുമതിലിന് ഉയരം കുറവായിരുന്നതിനാൽ കുട്ടികൾക്ക് മതിലിലൂടെ കയറി വീട്ടിലേക്ക് കടന്നു വരാൻ എളുപ്പമായിരുന്നു. മുറ്റത്ത് വലതുഭാഗത്തും ഏറ്റവും അറ്റത്ത് വളരെ പഴക്കം ചെന്ന ഒരു വലിയ പ്ലാവ് നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച നാടകീയമായ സംഭവം നടന്നത് ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചായിരുന്നു. ഞാനും സഹോദരിയും പഠിച്ചിരുന്നത് ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിലാണ്. വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിലായിരുന്നു ആ സ്കൂൾ. സ്കൂളിൽ നിന്നും മടങ്ങി വന്നയുടനെ ഞങ്ങൾ കയ്യും കാലും മുഖവും കഴുകി വൃത്തിയാക്കും. എന്നിട്ട് ലഘുവായി എന്തെങ്കിലും കഴിച്ചതിന് ശേഷം സന്ധ്യ വരെ വീടിൻ്റെ പുറകുവശത്ത് കളിക്കും. സന്ധ്യയ്ക്ക് കയ്യും കാലും മുഖവും കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം നിത്യവും അമ്മൂമ്മയോടൊപ്പം ഇരുന്ന് അറബിയിലും ഉറുദുവിലും അല്പസമയം പ്രാർത്ഥിക്കും. അതിനുശേഷം ഞങ്ങൾ ഗൃഹപാഠം ചെയ്യും. അത്താഴം കഴിച്ചതിന് ശേഷം അമ്മൂമ്മ പറയുന്ന അറേബ്യൻ രാവുകളിൽ നിന്നുള്ള കഥകളോ അവരുടെ അനുഭവ കഥകളോ കേൾക്കും. എന്നിട്ട് ഉറങ്ങാൻ പോകും. അന്നത്തെ ആ ദിവസം പഠിക്കാൻ എന്നേക്കാൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന എൻ്റെ സഹോദരി, അവൾ സീനിയർ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയതിനാൽ അതിശയത്തിന് വകയില്ല. തൻ്റെ കളിക്കാനുള്ള സമയം വെട്ടിച്ചുരുക്കിയിട്ട് പതിവിന് വിപരീതമായി നേരത്തെ വീട്ടിനുള്ളിലേക്ക് കയറി. വിശേഷിച്ചൊന്നും ചെയ്യാതെ ഞാൻ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. സന്ധ്യയോടടുത്ത് സമയമായിരുന്നു. അന്നേരം മങ്ങിയ വെളിച്ചമായിരുന്നു. വീട്ടിനുള്ളിൽ പോയി അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കഴിച്ചാലെന്താ എന്നും ഞാനും വിചാരിച്ചു. അങ്ങനെ ഞാൻ വീടിനെ അഭിമുഖീകരിച്ച് തിരിഞ്ഞു. എന്നിരുന്നാലും ഇന്നും എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത കാരണങ്ങളാൽ ഞാൻ തിരിഞ്ഞു നടന്നത് മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിനടുത്തേക്കായിരുന്നു. പ്ലാവിൻ്റെ ചുവട്ടിൽ ആരോ ഒരാൾ നിൽക്കുന്നുണ്ട്. ആ മനുഷ്യൻ ആംഗ്യം കാണിച്ചു എന്നെ അടുത്തേക്ക് വിളിച്ചു. സാധാരണഗതിയിൽ ഞാൻ വല്ലാതെ പേടിച്ച് ഞെട്ടുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ എന്തുകൊണ്ടോ എനിക്ക് അന്നേരം യാതൊരു ഭീതിയും അനുഭവപ്പെട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ പ്രസ്തുത അപരിചിതൻ്റെ അടുത്തേക്ക് പോകാനുള്ള അഭിനിവേശം ഉണർന്നു. ഞാൻ എൻ്റെ ചുവടുകൾക്ക് വേഗം പകർന്നു. ഞാൻ ആ വ്യക്തിയുടെ മുന്നിലെത്തി. എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അപരിചിതന് നല്ല ഉയരമുണ്ട്. കാണാൻ സുന്ദരനും സുമുഖനും ആയിരുന്നു. നല്ല ആകാരസൗഷ്ഠവും. അരയിൽ മുട്ടോളം വരെ എത്തുന്ന വെള്ള നിറമുള്ള തുണി ചുറ്റിയിരുന്നു. അല്ലാതെ മറ്റു വസ്ത്രങ്ങളൊന്നും ധരിച്ചിരുന്നില്ല. ആ മനുഷ്യൻ നഗ്നപാതനായിരുന്നു. ഉയരമുള്ള ആ വിചിത്ര മനുഷ്യൻ എന്നെ അമ്പരപ്പിച്ചു. നീണ്ട ജട പിടിച്ച മുടി നെറ്റിയിൽ വീണു കിടന്നിരുന്നതിനെ കെട്ടിവെച്ചിരുന്നു. അത് നീണ്ട തൊപ്പി പോലെ തോന്നിച്ചിരുന്നു.
കാതിൽ ചെമ്പു കർണകുണ്ടലം അണിഞ്ഞിരുന്നു. വലതു കൈയിൽ കറുത്ത ചായം പൂശിയ ഒരു ജലപാത്രമുണ്ടായിരുന്നു. ഇതിലുമുപരി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആ മനുഷ്യന്റെ കണ്ണുകളെ പറ്റിയാണ്. വിശാലമായ തവിട്ടും കറുപ്പും കലർന്ന നിറമുള്ള നേത്രങ്ങളിലൂടെ സ്നേഹവും വാത്സല്യവും കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ആ മനുഷ്യൻ ഒരു മടിയും കൂടാതെ തൻ്റെ വലതു കരതലം എൻ്റെ ശിരസിൽ വെച്ചു. എന്നിട്ട് ആർദ്രമായ സ്വരത്തിൽ ഹിന്ദിയിൽ പറഞ്ഞു, കുച്ച് യാദാവ്യാ, എന്തേൻ ഓർക്കുന്നുണ്ടോ? അപരിചിതൻ പറഞ്ഞത് എനിക്ക് പൂർണ്ണമായും മനസ്സിലായി. തലമുറകളായി ഞങ്ങളുടെ കുടുംബക്കാർ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിരുന്നുവെങ്കിലും പ്രത്യേക രീതിയിലുള്ള ദഖ്നി എന്ന് പറയുന്ന ഉറുദുവാണ് ഞങ്ങൾ സംസാരിച്ചിരുന്നത്. നെഹി, ഇല്ല എന്ന് ഞാൻ മറുപടി നൽകി. ആ മനുഷ്യൻ അപ്പോൾ ശിരസിൽ നിന്നും കൈമാറ്റിയിട്ട് നെഞ്ചിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ബാത് മേ മാലൂം ഹോ ജായേഗ, അബ് വാപസ് ഘർ ജാവോ. പിന്നീട് എല്ലാം മനസ്സിലായിക്കൊള്ളും, ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകൂ എന്ന്. എന്ത് സന്ദേശമാണ് അദ്ദേഹം തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും പറഞ്ഞതനുസരിച്ച് ഞാൻ ധൃതിയിൽ വീട്ടിലേക്ക് പോയി. അജ്ഞാതന്റെ സ്പർശനം എൻ്റെ ഹൃദയത്തിന് കൂടുതൽ ലാഘവം നൽകിയതായി അനുഭവപ്പെട്ടു. വീടിൻ്റെ പിറകുവശത്തെ വാതിലിനടുത്ത് ചെന്ന് വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്ലാവിൻ്റെ ചുവട്ടിൽ അപരിചിതനെ ഒന്ന് നോക്കുന്നതിന് വേണ്ടി തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അപരിചിതൻ പോയി കഴിഞ്ഞിരുന്നു. അവിടെ ആരെയും കാണാനില്ലായിരുന്നു. ഇരുട്ട് കൂടിക്കൊണ്ടിരുന്നു. ആവേശഭരിതനായി ഞാൻ അടുക്കളയിലേക്ക് ഓടി. ഒരു ധീരകൃത്യം അമ്മയെയും ഇളയ സഹോദരിയെയും അറിയിച്ച് അവരിൽ വിഭ്രാന്തി ജനിപ്പിക്കാൻ മനസ്സ് വെമ്പൽ കൊണ്ടു. അന്നേരം അടുക്കളയിൽ നിന്ന് അമ്മ കൊഞ്ചുകറി വെച്ചുകൊണ്ടിരുന്നതിൻ്റെ നറുമണം പരന്നുകൊണ്ടിരുന്നു. ഞാൻ സംഭവങ്ങൾ വിവരിക്കാൻ വേണ്ടി വായി തുറന്നുവെങ്കിലും ഒരു വാക്കുപോലും ഉരിയാടാനായില്ല. എൻ്റെ കണ്ടനാളത്തെ ആരോ എന്തോ തടസ്സപ്പെടുത്തുന്നത് പോലെ തോന്നി. ഞാൻ വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. അന്നേരം ഞാൻ ശ്വാസിക്കാൻ ബുദ്ധിമുട്ടി. എൻ്റെ അമ്മ ഉത്കണ്ഠയോടെ ആരാഞ്ഞു, നിനക്ക് എന്തു പറ്റി? നീ വേഗത്തിൽ ഓടിയോ? അതെ എന്ന് പറയുന്ന ശബ്ദം എൻ്റെ ചെവിയിൽ പതിച്ചു. പക്ഷേ പ്രസ്തുത സംഭവത്തെപ്പറ്റി വിവരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം എനിക്ക് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. പിന്നീടും ഏതാനും അവസരങ്ങളിൽ ആ സംഭവം വിവരിക്കാൻ തുടങ്ങിയ ശ്രമം വിജയിച്ചില്ല. എനിക്ക് ഒരു കാര്യം ബോധ്യമായി. അജ്ഞാതമായ ഏതോ ഒരു ബാഹ്യശക്തി ഈ സംഭവത്തെപ്പറ്റി പുറത്തറിയിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനാൽ അത് പുറത്തു പറയാനുള്ള ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. അതേപ്പറ്റി പിന്നീട് ആരോടെങ്കിലും പറയുന്നതിന് 10 വർഷം എടുത്തു. ഈ വിവരം ആദ്യമായി പറഞ്ഞത് എൻ്റെ ഗുരുവിനോട് തന്നെയായിരുന്നു. പ്ലാവിൻ ചുവട്ടിൽ വെച്ച് ആദ്യമായി കണ്ട ഗുരുവിനോട് പിന്നീട് ഹിമാലയ സാനുക്കളിൽ വെച്ച് തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലായിരുന്നു അതേപ്പറ്റി സംസാരിച്ചത്. അന്നത്തെ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം എന്നെ ഔപചാരികമായി ശിഷ്യനായി സ്വീകരിച്ചത്. അതേപ്പറ്റി പിന്നീട് പറയാം. പ്ലാവിൻ ചുവട്ടിലെ സംഭവത്തിന് ശേഷം ബാഹ്യമായി എൻ്റെ പ്രായത്തിലുള്ള മറ്റേതൊരു കുട്ടിയെയും പോലെയാണ് ഞാൻ കാണപ്പെട്ടിരുന്നത്. എന്നിരുന്നാലും വ്യക്തിപരമായി എന്നിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നു. ദൈനംദിന ജീവിതത്തിലെ സാധാരണ സംഭവങ്ങൾക്കൊപ്പം ആന്തരികമായി നിഗൂഢമായ ഒരു ജീവിതവും എന്നിൽ തുടർന്നുകൊണ്ടിരുന്നു. അന്തർയാത്ര തുടങ്ങിക്കഴിഞ്ഞതിൻ്റെ ആദ്യത്തെ ലക്ഷണവും പ്രകടമായി കഴിഞ്ഞു. ധ്യാനം എന്ന വാക്കിൻ്റെ അർത്ഥതലം എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെ ഞാൻ ധ്യാനത്തിൽ മുഴുകാൻ തുടങ്ങി. സംഭവിച്ചത് ഇങ്ങനെയൊക്കെയാണ്. എനിക്കുണ്ടായ അത്യപൂർവമായ അനുഭവം എന്താണെന്ന് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എന്നിരുന്നാലും ആ സ്നേഹം തുളുമ്പുന്ന നോട്ടം എൻ്റെ മനസ്സിൽ മായാതെ കിടന്നിരുന്നു. ഒരു രാത്രിയിൽ ഞാൻ അമ്മയുടെയും സഹോദരിയുടെയും സമീപത്ത് ആ മനുഷ്യൻ ആർദ്രമായ നോട്ടം ഓർത്തുകൊണ്ട് കിടക്കുകയായിരുന്നു. സാധാരണഗതിയിൽ എൻ്റേത് ഗാഠനിദ്രയായിരുന്നു. നേരം വെളുത്താലും പല പ്രാവശ്യം വിളിച്ചാണ് എന്നെ ഉണർത്താറുള്ളത്. എന്നാൽ അന്നത്തെ രാത്രി വ്യത്യസ്തതയുള്ളതായിരുന്നു. ഏകദേശം അർദ്ധരാത്രി സമയത്ത് എൻ്റെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തിൽ ഹൃദ്യമായ ആനന്ദാനുഭൂതി അനുഭവപ്പെട്ടു. മൃദുലമായ ഒരു തൂവൽ കൊണ്ട് ആരോ എൻ്റെ ഹൃദയത്തെ ഇക്കിളിപ്പെടുത്തുന്നത് പോലുള്ള അനുഭവമായിരുന്നു അത്. ഈ അനുഭവം സാവധാനത്തിൽ മുകളിലോട്ട് നട്ടലിലേക്ക് വ്യാപിച്ചു. ഞാൻ എണീറ്റിരിക്കാൻ ആഗ്രഹിച്ചു. എണീറ്റിരുന്നാൽ അമ്മ ഉണരുകയും ജിജ്ഞാസ കാണിക്കുകയും ചെയ്യുമെന്ന ആശങ്കയുണ്ടായി. അതിനാൽ ഞാൻ കണ്ണ് അടച്ചുകൊണ്ട് ഉള്ളിലേക്ക് നോക്കാൻ ശ്രമം നടത്തി. അപ്പോൾ സ്നേഹാർദ്ദമായ നേത്രങ്ങൾ പ്രകടമായി, ഉടനെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. തൽസ്ഥാനത്ത് കുളിർമ പ്രദാനം ചെയ്ത വെളിച്ചം നട്ടലിലേക്ക് കടന്നുവന്ന് ഹൃദയത്തിലാകെ നിറഞ്ഞു. രതിമൂർച്ച ഏതുപോലെയായിരിക്കുമെന്ന് എനിക്ക് അന്ന് അറിയാമായിരുന്നുവെങ്കിൽ ആ അനുഭവത്തെ ലൈംഗികാർത്ഥത്തിലല്ലാതെയുള്ള ഹൃദയത്തിൻ്റെ രതിമൂർച്ച എന്ന് വിളിക്കുമായിരുന്നു. ഇങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധം നന്നേ ചെറുപ്രായമായിരുന്നു അന്ന് എനിക്ക്. ലഹരി പിടിപ്പിക്കുന്ന
ആനന്ദാനുഭൂതിയായിരുന്നു അത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ധ്യാനത്തിൻ്റെ ആദ്യാനുഭവം എത്ര സമയം നീണ്ടു നിന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ അമ്മയുടെ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. മോനെ, എണീക്കൂ, സ്കൂളിൽ പോകാൻ സമയമായി. കൈകൊണ്ട് 2-3 തവണ ചെറുതായി തട്ടി ഉണർത്തിയപ്പോൾ ഞാൻ കണ്ണു തുറന്നുകൊണ്ട് എണീറ്റിരുന്നു. ഒരു നിമിഷം കൊണ്ട് ആനന്ദവും പ്രകാശവും ഇക്കിളിപ്പെടുത്തുന്ന അനുഭവവും ഒക്കെ ഇല്ലാതായി. ഞാൻ കുളി കഴിഞ്ഞ് പ്രാതൽ കഴിച്ചിട്ട് വേഷം മാറി സ്കൂളിൽ പോകാൻ ഒരുങ്ങി. അപ്പോഴും ധ്യാനത്തിൽ ദർശിച്ച അനുതാപപൂർണമായ നേത്രങ്ങൾ മാത്രം എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അന്നു മുതൽ എല്ലാ രാത്രികളിലും ധ്യാനം തുടർന്നുകൊണ്ടിരുന്നു. അനിതര സാധാരണമായ ചില അനുഭവങ്ങൾ എനിക്കുണ്ടായി. അത് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമറിയിക്കുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധരും മഹാത്മാക്കളുമാണ്. ഈശ്വര നിശ്ചയം പോലെ ഞാൻ വായിച്ചിരിക്കേണ്ട പല രചനകളും എൻ്റെ കൈകളിലേക്ക് എത്തുകയായിരുന്നു. ഇത്തോടെ 2ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഹരി ഓം.